നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പിക്സൽ LED ഉപയോഗിച്ച് 848-ൻ്റെ ഒരു സർക്കിൾ ഡിസൈൻ ബോർഡ് എങ്ങനെ നിർമ്മിക്കാമെന്നും അതേപോലെ നമ്മൾ നിർമ്മിച്ച 848-ൻ്റെ സർക്കിൾ ഡിസൈൻ ബോർഡ് ഈ കാണുന്ന T1000 കൺട്രോളറിൽ LED എഡിറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എങ്ങനെ പ്രോഗ്രാം ചെയ്യാമെന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കാണുന്ന 848 സർക്കിൾ ബോർഡ് നിർമ്മിക്കാൻ ആവശ്യമായ പാർട്സുകൾ ഈ പറഞ്ഞ പോലത്തെ നമ്മുടെ 50 സെറ്റിൻ്റെ പിക്സൽ LED സെറ്റ് വേണം. WS2811-ൻ്റെ പിക്സൽ LED സെറ്റ് ഉപയോഗിക്കാം. കാണുന്ന പോലെ പിക്സൽ LED സെറ്റ് വേണം. അതുപോലെ ഈ ബോർഡ് വർക്ക് ചെയ്യാൻ വേണ്ടുന്ന പിക്സൽ LED വർക്ക് ചെയ്യാൻ വേണ്ടുന്ന 5 വോൾട്ട് 40 ആംപിയർ അല്ലെങ്കിൽ 60 ആംപിയർ ആവശ്യത്തിന് ആംപിയറുള്ള SMPS പവർ സപ്ലൈ വേണം. പിന്നീട് ഈ സർക്കിൾ ബോർഡിൻ്റെ പ്രോഗ്രാമുകൾ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് T1000S എന്ന് പറയുന്ന മെമ്മറി കാർഡ് ഉപയോഗിക്കുന്ന കൺട്രോളർ വേണം. കൺട്രോളറിൻ്റെ കൂടെ നമുക്ക് മെമ്മറി കാർഡ് ലഭിക്കും. ഈ മെമ്മറി കാർഡിലാണ് ഈ ബോർഡിൻ്റെ പ്രോഗ്രാമുകൾ നമ്മൾ അല്ലെങ്കിൽ ഡിസൈനുകൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. നമുക്ക് ഈ 848-ൻ്റെ സർക്കിൾ ബോർഡിൻ്റെ വയറിംഗ് ഡയഗ്രം നമുക്കൊന്ന് നോക്കാം. 848 സർക്കിൾ ബോർഡ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് 48 ഈ കാണുന്ന പോലെ നീല കളറിൽ കാണുന്ന പോലെ 48 ലെഗുകൾ കാണും. ഓരോ ലെഗിലും 8 LED വീതമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ബോർഡിന് 848 സർക്കിൾ ബോർഡ് നമ്മൾ പറയുന്നത്. ഇത് ഒന്നാമത്തെ ലെഗ്, ഇത് രണ്ടാമത്തെ ലെഗ്, ഇത് മൂന്നാമത്തെ ലെഗ്, നാലാമത്തെ ലെഗ്, ഇങ്ങനെ റൗണ്ടിൽ ചെയ്തിട്ടാണ് ഇത് നമ്മുടെ 48ാമത്തെ ലെഗ്. ഓരോ ലെഗിലും 8 LED വീതം കാണും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പിക്സൽ LED, ഇത് രണ്ടാമത്തേത്, ഇത് മൂന്നാമത്തേത്, ഇത് നാലാമത്തേത്, ഇത് നമ്മുടെ 8ാമത്തെ പിക്സൽ. 9ാമത്തെ പിക്സൽ LED വരുന്നത് അടുത്ത ലെഗിലാണ്. 10ാമത്തെ ഇത് ഇവിടെ വരുമ്പോൾ 16ാമത്തെ പിക്സൽ LED ആണ് വരുന്നത്. ശ്രദ്ധിക്കുക, ഇത് കണക്ഷൻ കൊടുത്തിരിക്കുന്നത് 8 കഴിഞ്ഞിട്ട് 9ലേക്ക് ഇങ്ങനെയാണ് വരുന്നത്. 16 കഴിഞ്ഞ് 17ലേക്ക് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയുള്ള കണക്ഷനാണ് നമ്മുടെ ഈ ബോർഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ രീതിയിൽ പിക്സൽ LED ബോർഡ് വയർ ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് S ടൈപ്പ് കണക്ഷൻ ആണ്. അതായത് S പോലെയാണ് ഇതിൻ്റെ കണക്ഷൻ രീതി വരുന്നത്. സീരീസ് ആയിട്ട് S ടൈപ്പ് കണക്ഷനാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ 848-ൻ്റെ കണക്ഷൻ ഡയഗ്രം. ഇവിടെയാണ് നമ്മുടെ ഒന്നാമത്തെ പിക്സൽ LED ആയതുകൊണ്ട് ഇതിൻ്റെ ഇവിടെ ആയിരിക്കും നമ്മുടെ ഡാറ്റ കൺട്രോളിൽ നിന്നുള്ള ഡാറ്റ ഇൻപുട്ട് നമ്മൾ കൊടുക്കേണ്ടത്. കൂടാതെ പിക്സൽ LEDക്ക് വേണ്ടുന്ന 5 വോൾട്ട് എല്ലാ ലെഗിലും കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ല ബ്രൈറ്റ്നെസ്സിൽ ഈ ബോർഡ് വർക്ക് ചെയ്യുന്നതായിരിക്കും. ഇത് നമ്മുടെ ഒന്നാമത്തെ പിക്സൽ LED, ഒന്നാമത്തെ ലെഗ്, രണ്ടാമത്തെ ലെഗ്, അങ്ങനെ വന്നിട്ട് ഇത് 48ാമത്തെ ലെഗാണ്. ഇത് നമ്മുടെ ഏറ്റവും അവസാനത്തെ പിക്സൽ സെറ്റാണ്. ഇതാണ് നമ്മുടെ 848-ൻ്റെ സർക്കിൾ ബോർഡിൻ്റെ ഒരു വയറിംഗ് ഡയഗ്രം നമ്മൾ വരച്ചിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 848-ൻ്റെ ഡിസൈൻ ബോർഡ് ഒരു ഫ്രെയിമിൽ നമ്മൾ അസംബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ബോർഡിൻ്റെ സൈസ് ഒരു 5 അടി സ്ക്വയർ ഫ്രെയിമാണ് വരുന്നത്. മെറ്റൽ ഫ്രെയിമിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഫൈബർ റീപ്പ് ഉപയോഗിച്ചാണ് നമ്മളിത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഫൈബർ റീപ്പ. ഇതാണ് നമ്മൾ ഡയഗ്രത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ഒന്നാമത്തെ പിക്സൽ LED, ഇത് രണ്ടാമത്തെ, ഇത് മൂന്നാമത്തെ, അങ്ങനെ ഈ ലൈനിൽ 8 പിക്സൽ LED ഉണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നാമത്തെ ലെഗ്, ഇതാണ് രണ്ടാമത്തെ ലെഗ് നമ്മൾ പറഞ്ഞത്, ഇത് മൂന്നാമത്തെ. ഇവിടെയാണ് നമ്മൾ ഈ പച്ചവരാണ് നമ്മൾ ഡാറ്റ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് പച്ചവർ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പോയിട്ട് ഇതുപോലെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് തിരികെ വന്നിട്ട് S ടൈപ്പ് വയറിംഗ് ആണ്. ഇതിപ്പോൾ ഒന്നാമത്തെ ലെഗ്, ഇത് രണ്ടാമത്തെ ലെഗ്, ഇത് മൂന്നാമത്തെ ലെഗ്, ഇത് നാലാമത്തെ ലെഗ്, അങ്ങനെ പോയിട്ട് ഇങ്ങനെ റൗണ്ടിൽ നമുക്ക് 48 ലെഗുകളാണുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ബോർഡിന് 848 എന്ന് പറയുന്നത്. ടോട്ടൽ ഇതിനകത്ത് 384 പിക്സൽ LED ആണ് ഉള്ളത്. ഇത് കൂടാതെ ഇതിൻ്റെ സെൻറ്ററിൽ 12 വോൾട്ടിൻ്റെ സിംഗിൾ കളർ പിക്സൽ സ്റ്റില്ലിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു. ബോർഡറിൽ നമ്മളൊരു 12 വോൾട്ടിൻ്റെ സിംഗിൾ കളർ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ബോർഡറിൽ നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊരു ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ബൾബുകൾ നമ്മൾ 12 വോൾട്ട് പവർ സപ്ലൈ ഡയറക്റ്റ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ വയറുകളാണ് നമ്മുടെ ബോർഡിലേക്ക് വേണ്ടുന്ന പവർ കൊടുക്കുന്ന പോസിറ്റീവും ഗ്രൗണ്ടും. ഈ പച്ചയാണ് നമ്മുടെ ഡാറ്റ വയർ. ഡാറ്റ വയർ വന്നിട്ട് നമ്മുടെ ഒന്നാമത്തെ ബൾബിൻ്റെ ഇൻപുട്ടിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്.
ഇപ്പോൾ നമ്മുടെ ബോർഡ് ഇങ്ങനെ അസംബിൾഡ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പിക്സൽ LED ഉപയോഗിച്ച് ബോർഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതുപോലെ നമ്മൾ പവർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗേജ് കൂടിയ നല്ല ക്വാളിറ്റിയുള്ള വയർ തന്നെ ഉപയോഗിക്കുക. അതേപോലെ ഓരോ പിക്സലിലും കണക്ട് ചെയ്യുമ്പോൾ വയറുകൾ പിരിച്ചു വെക്കാതെ സോൾഡറിങ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുക. അങ്ങനെ ചെയ്താൽ ബോർഡിന് ഫ്ലിക്കറിങ്ങും മഴ നനയുമ്പോഴും ഈർപ്പം വരുമ്പോഴുള്ള ഫ്ലിക്കറിങ്ങും പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ 2 പിക്സലുകൾ കണക്ട് ചെയ്യുമ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ കണക്ടർ ഉപയോഗിച്ച് അല്ലെങ്കിൽ സോൾഡർ ഉപയോഗിച്ച് നമുക്ക് സോൾഡറിങ് ചെയ്ത് ഉപയോഗിക്കുക. അടുത്തതായി നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ നേരത്തെ അസംബിൾഡ് ചെയ്ത 848 സർക്കിൾ ബോർഡ് LED എഡിറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യമേ ഡെസ്ക്ടോപ്പിൽ 848 എന്ന് പറയുന്ന ഒരു ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഫോൾഡറിനുള്ളിൽ തന്നെ നമ്മൾ 848ൻ്റെ ഫൈനൽ SD കാർഡ് ഫയൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടുന്ന ഒരു ഫോൾഡറിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ LED എഡിറ്റ് 2014 സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നു. ഇതാണ് LED എഡിറ്റ് 2014 സോഫ്റ്റ്വെയർ. ഫയൽ പോയിട്ട് ന്യൂ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുന്നു. അവിടെ നമ്മൾ നമ്മുടെ കൺട്രോളർ T1000S ആണ്. ഉപയോഗിക്കുന്ന പിക്സലിൻ്റെ ICയുടെ നമ്പർ WS2811 ആണ്. അതിനുശേഷം എവിടെയാണോ സേവ് ചെയ്യേണ്ടത് ആ ഫയൽ നമ്മൾ ഫോൾഡർ കാണിച്ചു കൊടുക്കുക. നമ്മുടെ ഡെസ്ക്ടോപ്പിലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 848 എന്ന് പറയുന്ന ഫോൾഡറിൽ നമ്മൾ പുതിയൊരു ഫോൾഡർ നെയിം കൂടെ ഫയൽ നെയിം കൊടുക്കുന്നു, സേവ് കൊടുക്കുന്നു. T1000S WS2811 സേവ് ചെയ്യേണ്ടുന്ന ലൊക്കേഷന് ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ലൈറ്റ് ലേഔട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഈ ഭാഗത്ത് പോയിട്ട് ലൈറ്റ് ലേഔട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് വെർട്ടിക്കലായിട്ട് വരുന്നത് 8 LED ആണ് മുകളിലേക്ക് വരുന്നത്. ഹൊറിസോണ്ടലായി റൗണ്ടിൽ വരുന്നത് 48 ലെഗുകളാണ്. അതുകൊണ്ട് നമ്മൾ 848 എന്ന് കൊടുക്കുന്നു. ഇതിൻ്റെ കണക്ഷൻ വരുന്നത് ഓൺ ദ ലെഫ്റ്റ് വെർട്ടിക്കൽ. ഇങ്ങനെയാണ് കണക്ഷൻ വരുന്നത്. ഇവിടെയാണ് ഫസ്റ്റ് ഡേറ്റ ഇൻപുട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ 8 LED ഇങ്ങനെ വന്നിട്ട് 40 ലെഗുകളാണ് വരുന്നത്. അപ്പോൾ 848 എന്നുള്ളത് കൊടുക്കുക. ഇത് കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ബൾബ് കണക്ട് ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ കൊടുക്കുവാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ ബോർഡിൽ ടോട്ടൽ 384 LED ആണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ബോർഡിൻ്റെ ലേഔട്ട്. നമ്മൾ ബോഡി വരുമ്പോൾ ഇത് സർക്കിളായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇവിടെ നമ്മൾ സ്ക്വയറിൽ കാണുന്നതേ ഉള്ളൂ. ഇത് ഒന്നാമത്തെ ലെഗ്, അതിനകത്ത് 8 LED ഉണ്ട്. അങ്ങനെ ഇത് 48ാമത്തെ ലെഗ്. ടോട്ടൽ 384 ഉണ്ട്. ഇനി നമ്മൾ എഫക്റ്റുകൾ റെക്കോർഡ് ചെയ്യുകയാണ്. വീഡിയോ എഫക്റ്റിൽ പോയിട്ട് നമ്മൾ പാസേജ് എന്ന് പറയുന്ന എഫക്റ്റ് എടുത്തു. നമ്മൾ റെക്കോർഡ് ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ പ്ലേ ആവുന്ന എന്ത് ഫയലാണോ അത് നമ്മുടെ LED എഡിറ്റ് സോഫ്റ്റ്വെയറിലേക്ക് റെക്കോർഡായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടിയിട്ടാണ് ഈ ചെറിയൊരു ഡിസൈൻ ഫയൽ ഇങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ. നമുക്ക് ബോഡി വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ LEDകളെല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, കൃത്യമായിട്ടുള്ള ഓർഡറിലാണോ വയർ ചെയ്തിരിക്കുന്നതൊക്കെ ഇങ്ങനത്തുള്ള കളർ പാസേജ് ഇട്ടാൽ നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കുവാനായിട്ട് പറ്റും. ഞാൻ റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ വീഡിയോ എഫക്റ്റിൽ പോയിട്ട് ഒരു .TOL ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഡെസ്ക്ടോപ്പിൽ നമ്മൾ നേരത്തെ തന്നെ നിയോൺ പ്ലേ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മൾ 848ൻ്റെ .tool ഫയൽ നിയോൺ പ്ലേ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മൾ നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഒരു ഫയൽ ഞാൻ ഇതിലേക്ക് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ. ഇതിനകത്ത് പ്ലേ ആവുന്നുണ്ട്. സ്പീഡ് വേണമെങ്കിൽ നമ്മൾക്ക് വീഡിയോ എഫക്റ്റിൽ പോയിട്ട് സ്പീഡ് അല്ലെങ്കിൽ F7 പ്രസ് ചെയ്ത് സ്പീഡ് കുറയ്ക്കാം. ഈ എഫക്റ്റ് ഇതിലേക്ക് നമ്മൾ റെക്കോർഡാക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത .TOL എഫക്റ്റ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് സ്റ്റോപ്പ് ചെയ്യുന്നു. വീണ്ടും പോയിട്ട് ആ ലൊക്കേഷൻ തന്നെ
അടുത്തൊരു ഡോട്ട് ടൂൾ എഫക്റ്റ് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഓരോ എഫക്റ്റുകൾ 1 by 1 ആയിട്ട് ഇങ്ങനെ നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് റെക്കോർഡ് ആയിക്കൊണ്ട് ഇരിക്കുകയാണ്. അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ മറ്റൊരു എഫക്റ്റ് നമ്മൾ ഇതിലേക്ക് നമ്മൾ റെക്കോർഡായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ വേഗത്തിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ എഫക്റ്റ് ഇതിൽ റെക്കോർഡാക്കാതെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഒരു എഫക്റ്റ് കൂടെ വേണമെങ്കിൽ ചെയ്യാം. 1060 ഒരു എഫക്റ്റ് കൂടി ഇതിലിട്ട് കൊടുത്തു. നമുക്ക് ആവശ്യമായ സ്പീഡ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ റെക്കോർഡിങ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. നമ്മൾ LED എഡിറ്റിൽ റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്ന് പ്രിവ്യൂ കാണണമെങ്കിൽ എഡിറ്റിൽ പോയിട്ട് പ്രിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മുടെ ഇത് ആദ്യത്തെ കളർ പാസേജ്, ഡോട്ട് ടൂള്, എഫക്റ്റ്, ഇത്രയും കാര്യങ്ങൾ കാണാം. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ ചെയ്ത ഫയല് ഫൈനലായിട്ട് T1000 കൺട്രോളറിലേക്ക് വേണ്ടുന്ന SD കാർഡിലേക്ക് വേണ്ടുന്ന മെമ്മറി ഫയലാക്കി നമ്മൾ മാറ്റണം. അതിന് വേണ്ടിയിട്ട് LED എഡിറ്റ് 2014 എക്സ്പോർട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. നമ്മൾ എക്സ്പോർട്ട് കൊടുക്കണം. അതിൽ എക്സ്പോർട്ട് എഫക്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഏത് ഫോൾഡറിലാണോ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് മെമ്മറി കണ്ട് ഔട്ട്പുട്ട് സേവ് ചെയ്യേണ്ടി അത് നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മൾ 848 നമ്മൾ നേരത്തെ 848 എന്ന് പറഞ്ഞൊരു SD കാർഡിൻ്റെ ഫോൾഡർ ഉണ്ടാക്കിയിരുന്നു. അവിടേക്ക് നമ്മൾ ലൊക്കേഷൻ കാണിച്ചു കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് LED എഡിറ്റിൽ നമ്മൾ ചെയ്ത ഡിസൈനുകൾ എക്സ്പോർട്ടായിട്ട് മെമ്മറി കാർഡിലെല്ലാം നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഒരു ഫോൾഡറിലേക്ക് സേവ് ആയിരിക്കുകയാണ്. ഇത് നിങ്ങൾ കാണാം. ഇതിനകത്ത് ഉണ്ടല്ലോ, ഇതിനകത്ത് ഇതാണ് നമ്മുടെ മെമ്മറി കാർഡിലേക്ക് നമ്മൾ കോപ്പി ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ T1000 കൂടെ വരുന്ന മെമ്മറി കാർഡ് നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുകയാണ്. കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ മെമ്മറി കാർഡ് ആദ്യം നമ്മൾ ഫോർമാറ്റ് ചെയ്യണം. അതിനുവേണ്ടി മൈ കമ്പ്യൂട്ടർ എടുക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റ് കൊടുക്കുക. ഫോർമാറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും ഇവിടെ ഫാറ്റ് ഫയൽ സിസ്റ്റത്തിൽ വേണം നമ്മൾ ഫോർമാറ്റ് ചെയ്യാൻ. ഫാറ്റ് സ്റ്റാർട്ട്. ഇപ്പോൾ നമ്മുടെ മെമ്മറി കാർഡ് ഫോർമാറ്റ് ആയിരിക്കുകയാണ്. ഓക്കെ കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ 848 SD കാർഡ് എന്നുള്ള ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അതിൽ LED എന്ന് പറയുന്ന ഫയൽ നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്യുന്നു. അതിലെ കൺട്രോളർ 1 നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനകത്ത് 00 പ്രോഗ്രാം 1 LED എന്ന് പറയുന്നത് ഫയൽ നമ്മൾ കോപ്പി ചെയ്യുന്നു. അത് നമ്മുടെ മെമ്മറി കാർഡിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് LED എഡിറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് മെമ്മറി കാർഡിലേക്ക് ഫയലുകൾ കോപ്പി ചെയ്യാനായിട്ട്. LED എഡിറ്റിൽ പ്രോഗ്രാം ചെയ്ത മെമ്മറി കാർഡ് T1000 കൺട്രോളറിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മുടെ പവർ സപ്ലൈ ആണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 5 വോൾട്ട് 60 ആംപിയറിൻ്റെ SMPS ആണ്. ഈ കാണുന്ന റെഡ് വയർ ബോർഡിൽ നിന്നും വരുന്ന പോസിറ്റീവ്, നെഗറ്റീവ് ബ്ലാക്ക് വയറാണ്. ഈ 2 വയർ നമ്മുടെ കൺട്രോളർ വർക്ക് ചെയ്യാൻ വേണ്ടുന്ന 5 വോൾട്ടും ഗ്രൗണ്ടുമാണ്. ഈ റെഡ് വയറും ബ്ലാക്ക് വയറും നമ്മൾ ഈ SMPSൻ്റെ നെഗറ്റീവിലും 5 വോൾട്ടും നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു. ഇത് നമ്മുടെ ബോർഡിൽ നിന്നും വരുന്ന ഡാറ്റ വയറാണ്. ആ ഡാറ്റ വയർ നമ്മുടെ കൺട്രോളറിൻ്റെ ഡാറ്റ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഇത്രയുമാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. അതിനുശേഷം നമ്മൾ പവർ ഓൺ ചെയ്തു. പവർ ഓൺ ചെയ്തപ്പോൾ കൺട്രോളറിൽ പവർ LED കത്തി, എററില്ല. നമ്മുടെ ബോർഡ് നേരത്തെ നമ്മൾ LED എഡിറ്റിൽ ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്ത പോലെ തന്നെ നമ്മുടെ ബോർഡ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. നേരത്തെ നമ്മൾ LED എഡിറ്റിൽ ചെയ്ത പ്രോഗ്രാമുകൾ നമ്മുടെ T1000 കൺട്രോളറിൽ വളരെ ക്ലിയറായിട്ട് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഇത്തരത്തിലുള്ള പിക്സൽ LEDയുടെ അസംബിൾഡ് ചെയ്ത ഫുള്ളായിട്ടുള്ള ബോർഡുകൾക്കും
അതുപോലെ പിക്സൽ LED ബോർഡ് നിർമ്മിക്കാൻ ആവശ്യമായ പിക്സൽ LED IC ടൈപ്പ് കൺട്രോളറുകൾ, അതുപോലെ മെമ്മറി കാർഡ് ഉപയോഗിക്കുന്ന T1000, T8000 തുടങ്ങിയ കൺട്രോളറുകൾ, അതുപോലെ പിക്സൽ LEDയുടെ എഫക്റ്റ് ഫയലുകൾ, അല്ലെങ്കിൽ റൗണ്ട് ബോർഡ്, സ്ക്വയർ ബോർഡ്, ആർച്ച്, പില്ലർ, പന്തൽ എന്നിവയുടെ പ്രോഗ്രാമിങ്ങിനും ഡിസൈനിങ്ങിനും വീഡിയോയിൽ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ദയവായി ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ ഇതിന് വേണ്ടുന്ന പാർട്സുകൾ എല്ലാ സ്ഥലങ്ങളിലേക്കും കൊറിയർ അയച്ച് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. വീഡിയോ കണ്ടതിന് താങ്കൾക്ക് നന്ദി.